നമുക്ക് മുണ്ടക്കയിലേക്ക് പോകാം. അവിടെ വലിയ തോതിലൊരു മഴ പെയ്ത് താൽക്കാലികമായി നിർമ്മിച്ച പാലം നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അവിടെ പശുവിനെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നമ്മുടെ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലായത് എങ്ങനെ ഈ പശു ഇവിടെ എത്തി, ഇതിനെ ഒഴുക്കിൽപ്പെട്ട് വന്നതാണോ അതോ രക്ഷിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും മഴ ശക്തമായതാണോ എന്നറിയില്ല. വല്ലാത്ത ദൃശ്യങ്ങളാണ്. മുണ്ടക്കയിൽ നമ്മൾ ദിവസങ്ങളാകുകയാണ് അതിൻ്റെ ആ ഒരു മരവിപ്പിൽ നിന്ന് മാറി വരുമ്പോൾ ഇതാ വീണ്ടും ഒരു ജീവനെ രക്ഷപ്പെടുത്താനുള്ളൊരു തീവ്ര ശ്രമം. കനത്ത കുത്തൊഴുക്കാണുള്ളത്. ഒട്ടേറെ രക്ഷാപ്രവർത്തകരുണ്ട്. രാഹുലുണ്ട്. രാഹുൽ, ഇത് എങ്ങനെ പറ്റി? എങ്ങനെ ഈ പശു ഇതിൽ പെട്ടു? ദിവിഷ, അതായത് 2 മണി മുതൽ ഇങ്ങോട്ട് അതിശക്തമായ മഴയാണ് ഇവിടെ പെയ്തത്. ഒരു ചെറിയ നീർച്ചാല് പോലെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഈ കാണുന്ന വിധത്തിൽ ഇങ്ങനെയായിരുന്നല്ലോ ഇതിലധികം കുത്തൊഴുക്കാണ് ഉണ്ടായിരുന്നത്. ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയി. അതിന്റെ സ്റ്റാൻഡുകളൊക്കെ മറിഞ്ഞു വീണ് മണ്ണ് ഒഴുകി പോയതിനെ തുടർന്നാണ് ആ സ്റ്റാൻഡ് മറിഞ്ഞു വീണത്. ഇങ്ങനെ ശക്തമായ മഴ കുത്തൊഴുക്കൊക്കെ നിൽക്കുന്ന സാഹചര്യം. വേലിപ്പാലത്തിന് അപ്പുറത്തേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പുറത്തെ ഭാഗത്ത്, വേലിപ്പാലത്തിന് അപ്പുറത്തെ മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്ത് നിരവധി കന്നുകാലികൾ നെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഈ പുഴ കടന്ന് ഇക്കരെ കരയിലേക്ക് വരാൻ ശ്രമിച്ചതാണ്. അതായത് അവിടെ നിന്ന് ഇറങ്ങി നടപ്പാലത്തിലൂടെയുമല്ല, ഈ വെള്ളത്തിലൂടെ നീന്തി മറുകരയിലേക്ക് വരാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ ഈ ഒഴുക്കിൽ, ശക്തമായ ഒഴുക്കിൽ അതിനെ കഴിഞ്ഞില്ല. അത് ഒഴുകിപ്പോവുകയാണ് ഉണ്ടായത്. ഈ പാലത്തിന്റെ സ്റ്റാൻഡ് മറിഞ്ഞു വീണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ടൊക്കെ ഒഴുകിപ്പോയി ആ സ്റ്റാൻഡിന്റെ ഭാഗത്ത് പശു തട്ടി നിൽക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഫയർഫോഴ്സ് എല്ലാവരും തന്നെ സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ഈ തിരച്ചിലിന്റെയൊക്കെ ഭാഗമായി അവർ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ഈ കുത്തൊഴുക്കിനെയൊക്കെ വകവെക്കാതെ അവർ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവർ വടം ഉപയോഗിച്ചുകൊണ്ട് പശുവിനെ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് കൊണ്ടുപോയ വടം ഉപയോഗിച്ചതായാലും പശുവിനെ സുരക്ഷിതമായി അതിന്റെ കഴുത്തിലേക്ക് കെട്ടിയിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഒഴുകിപ്പോവില്ല. കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. അതായത് ഇവർക്ക് പോലും, ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർക്ക്, ഇറങ്ങിയ ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. പാലം തകർന്ന് പോയി. ഞാൻ അതിനെ പറഞ്ഞു, നടപ്പാലമാണ്, അത് തകർന്നു പോയി. അതിന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെരുവിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുകൊണ്ട് തന്നെ ഒഴുക്ക് വളരെ അതിശക്തമാണ്. ഈ പശുവിനെ ഏത് വിധേനയും കരയിലേക്ക് കയറ്റാനുള്ള കഠിന ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും മഴ അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസമായി നിൽക്കുന്ന കാര്യമാണ്. ഈ കാണുന്ന ഒഴുക്കിനെക്കാളും വെള്ളം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോയി എന്നതാണ്. 2 മണിക്കൂർ. രാഹുൽ, ഇത് എപ്പോ മുതലാണ് പെട്ടെന്ന് ഇങ്ങനെ മഴ കണ്ടത്? നേരത്തെ മഴ കാരണം തിരച്ചു നിർത്തി എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇതിപ്പോ ഈ അപകടത്തിന് ശേഷം അല്ലേ അനാഥരായി പോയ കന്നുകാലി കൂട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും ഒന്നും ആയിരിക്കും. എത്ര സമയമായി ഇതിപ്പോ ഇങ്ങനെ ഈ വെള്ളത്തിൽ, ഈ കുത്തൊഴുക്കിൽപ്പെട്ട് കിടക്കുന്നു പശു? ഈ പശു ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് എന്നതാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ 2 മണിയോട് കൂടിയാണ് മഴ പെയ്തത്. 3:45 വരെയുള്ള സമയത്ത് മഴ ഒരു നിമിഷം പോലും തോർന്നതേ ഇല്ല. അത്രയും അതിശക്തിയായി പെയ്തു എന്നതാണ്. അതാണ് ഈ പുഴയിൽ ഈ വിധത്തിൽ ഒഴുക്ക് കൂടിയത്. ഉച്ചവരെയുള്ള സമയത്ത്, മുമ്പ് വരെയുള്ള സമയത്ത് പുഴ യഥാർത്ഥത്തിൽ ഒരു നീർച്ചാല്, ചെറിയൊരു നീർച്ചാല് കണക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ 1.5 മണിക്കൂർ നിർത്താതെ പെയ്ത അതിശക്തിയായ മഴ കാരണം കുത്തൊഴുക്ക് ആ വിധത്തിൽ തന്നെ വർദ്ധിച്ചു. വലിയ കല്ലുകളൊക്കെ ഇതിലൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മരത്തടികളൊക്കെ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ അപകട സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ മുകളിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ തിരക്കിന്റെ ഭാഗമായി നിന്ന ആളുകളും പരിശോധനയ്ക്ക് വേണ്ടി പോയ ഉദ്യോഗസ്ഥ വിഭാഗത്തിലേക്ക്. പശുവിനെ കരക്കി കയറ്റാൻ പറ്റിയോ അതോ കെട്ടി നിർത്തിയേക്കുവാണ് ഇപ്പോൾ ഒഴുക്കിൽപ്പെടാതെ? എങ്ങനെയാ രാഹുലെ? പിന്നെ പശുവിനെ കരക്കി കയറ്റാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവര് കൊണ്ടുപോയ വടം അത് പശുവിന്റെ കഴുത്തിലേക്ക് കെട്ടിയിടാൻ കഴിഞ്ഞു എന്നാണ്. അതായത് ഒഴുകിപ്പോകാതെ കെട്ടിയിടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. കരക്കി കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയില്ല വലിയ കുത്തൊഴുക്കാണല്ലേ അത്? എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് പശു തലയൊക്കെ കുടയുന്നുണ്ട്. വലിയ കുത്തൊഴുക്കാണ്. അതിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരുമോ? ദിവിഷ, തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒഴുക്കിനെ വകവെക്കാതെയാണ് ഫയർഫോഴ്സ് പശുവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അല്ല, ഈ പാലത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയോ പശു? അതാണോ ദിവിഷ? അതായത് ഈ നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന അവിടെ അല്ല ആദ്യം പശു ഇറങ്ങിയതെന്നാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ ഇപ്പുറത്തൂടെയാണ് പശു ഈ പുഴ കടക്കാനുള്ള ശ്രമം നടത്തിയത്. രാഹുലെ, വേറെ ഒരു വിഷ്വലും കൂടിയാണ്. അതായത് വേറൊരു പശു ഇതേപോലെ അപകടത്തിൽപ്പെട്ട് അത് കയറി പോകുന്നല്ലേ?
അതെ 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 അതെ. അത് ഇവര് ഇറങ്ങി പശുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനിടെ തന്നെയാണ് അപ്പുറത്തുനിന്ന് വേറൊരു ചെറിയൊരു പ്രാവ് അതുകൂടി ഈ പുഴ കടക്കാനുള്ള ശ്രമം നടത്തിയത്. അത് വലിപ്പം കൊണ്ട് വളരെ ചെറുതാണ്. ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. അതായത് പുഴയിലേക്ക് ഇറങ്ങിയത് മാത്രമാണ് അവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ അപ്പുറേ ദൂരം വരെ ഒഴുകിപ്പോയി. അതിനേതായാലും മറു കരയിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് സുരക്ഷിതമാണ്. ആ ക്രാവ് സുരക്ഷിതമാണ്. അതിന് അപ്പുറത്തെ കരയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ കൂട്ടമായാണ് പശുക്കൾ വന്നിരുന്നത്. നയമാണ്, കഴുത്തിൽ കയറൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ വീണ്ടും പശുക്കൾ ഇതിനൊക്കെ പിന്തുടർന്ന പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ സ്ഥലത്തേക്ക് കൂടെ ഇപ്പോൾ ഏതായാലും സിവിൽ ഡിഫൻസിന്റെയും പോലീസിന്റെയും ഒക്കെ ആളുകൾ ബെയിലിപ്പാലത്തിന്റെ അക്കരെ പശുക്കൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് കൂടി തടയാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണെന്നതാണ്. ഒരു കൂട്ടം പശുക്കൾ ഇപ്പോഴും സ്ഥലത്തൂടെ വരുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പുഴയുടെ ഭാഗത്തേക്ക് വെള്ളത്തിനടുത്തേക്ക് അവ പോകാതിരിക്കാൻ വേണ്ടി ആട്ടി ഓടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ആ വിധത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു പശുവാണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഹിറ്റാച്ചി എങ്ങാനും ഇറക്കാൻ, ബേലിപ്പാലത്തിന്റെ തൊട്ടപ്പുറത്തല്ലേ ഇത്, ഹിറ്റാച്ചി എങ്ങാനും ഇറക്കാൻ പറ്റുന്ന വഴിയുണ്ടോ? അങ്ങനെ എങ്ങാനും പതുക്കെ അതിനെ ഉയർത്തുക, എങ്ങനെ ചെയ്യുക, എങ്ങനെ രക്ഷപ്പെടുത്തും? വിദിഷ, അങ്ങനെ ഹിറ്റാച്ചി ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുമോന്ന് അറിയില്ല. ഫയർഫോഴ്സ് തന്നെ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഹിറ്റാച്ചിയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടിരുന്നു, നേരത്തെ തന്നെ മാറ്റിയിട്ടിരുന്നു എന്നാണ്. കാരണം മണ്ണ് നീക്കിയുള്ള പരിശോധന അതൊക്കെ പരമാവധി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ സ്ഥലത്ത് നിന്ന് ഒരല്പം മാറ്റിയിരുന്നു. അതിലും ഹിറ്റാച്ചിയുടെ സഹായം നിലവിൽ തേടുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. ഫയർഫോഴ്സ് തന്നെ അതികഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പശുവിനെ കരയിലേക്ക് കയറ്റുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ഒഴുകിപ്പോയി പാലം തകർന്നു നിൽക്കുന്ന സ്ഥലം, പാലത്തിന്റെ സ്റ്റാൻഡ് അവിടെ മറിഞ്ഞ് വീണിരുന്നു. അതിന്റെ ഭാഗത്ത് വല്ലതും തട്ടിയാണ് പശു അവിടെ കുടുങ്ങിയത് നിന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അത് താഴത്തേക്ക് വീണ്ടും ഒഴുകി പോകേണ്ടതായിരുന്നു. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉണ്ടായിരുന്ന ഇപ്പൊ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ ഇക്കരെയാണ്, ഇപ്പുറത്താണ്, കുറച്ചുകൂടി ഇപ്പുറത്തേക്കായാണ് പശു പുഴയിലൂടെ നീന്തി മറുകരയിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഒഴുക്കി തന്നെ വളരെ പെട്ടെന്ന് ഒഴുകിപ്പോവുകയായിരുന്നു. അപ്പൊ പാലത്തിന്റെ മുകളിലൂടെയാണ് നിലവിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ആ സ്റ്റാൻഡിന്റെ അടുത്ത് പശു തട്ടി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ കൂടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ രാഹുലെ. നിലവിൽ